കുറുക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് നല്ല റബ്ബറൈസ്ഡ് റോഡായിരുന്നു. സർക്കാർ പ്രളയത്തിന് ശേഷം ഒരു തീരുമാനമെടുത്തു, ഈ റോഡ് ഒന്ന് പുതുക്കി പണിതേക്കാമെന്ന്. അതിനായി ജർമ്മൻ ബാങ്കിൻ്റെ സഹായവും ലഭ്യമാക്കി. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് റോഡ് മുഴുവൻ കോൺക്രീറ്റ് ചെയ്യാനായിരുന്നു തീരുമാനം. അതിൻ്റെ ഭാഗമായി 2 വർഷം മുൻപ് ഈ റോഡ് പൊളിക്കാൻ തുടങ്ങി. ആകെ 34 കിലോമീറ്ററാണ് ഈ റോഡ് നിർമ്മാണത്തിൻ്റെ ദൂരം എന്ന് പറയുന്നത്. പക്ഷേ 2 വർഷം കൊണ്ട് വെറും 10 കിലോമീറ്ററോളം മാത്രമാണ് റോഡിൻ്റെ പണിയാകെ കഴിഞ്ഞിട്ടുള്ളത്. പലയിടത്തും റോഡ് പൊളിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഏറെ ദുരിതത്തിലുമാണ്. ജർമ്മൻ ബാങ്കിൽ നിന്ന് ഫണ്ട് ഉപയോഗിച്ച് ഒരിക്കലും നശിക്കാത്ത റോഡ് നിർമ്മിക്കുന്നു എന്നായിരുന്നു ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ്. ഒന്നും പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, പലയിടങ്ങളിലും റോഡ് പൊളിച്ചിട്ട നിലയിലാണ്. മഴ പെയ്തതോടെ ഇതിലൂടെയുള്ള യാത്ര ഇരട്ടി ദുരിതമായി. ഞങ്ങൾ പരമാവധി ഞങ്ങൾ യൂണിയൻകാർ ചുമട്ടുതൊഴിലാളികൾ ഞങ്ങൾ ഈ കുഴിയിൽ മണ്ണിട്ടിട്ട് കുറേയൊക്കെ ഞങ്ങൾ സഹായിക്കാറുണ്ട്. ഇവിടെ പണിത റോഡിൽ പൂർത്തിയായി എന്ന് പറഞ്ഞ റോഡിൻ്റെ സൈഡ് മുഴുവനും എഡ്ജ് പോയിട്ട് എടുക്കണം. രാത്രി നടക്കുന്ന അപകടങ്ങൾക്ക് കണക്കില്ല. വാഹനങ്ങൾ ഇടിച്ചു കഴിഞ്ഞാലും തട്ടി കഴിഞ്ഞാലും അവർ സ്വന്തം ഉത്തരവാദിത്തത്തിൽ എനിക്ക് വേണം. രാത്രി 1 മണി കഴിഞ്ഞാലുള്ള നടക്കുന്ന വാഹനങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്. ഈ അപകടം നടക്കുന്നത് രാവിലെയും വൈകുന്നേരങ്ങളിലും പാലക്കൽ സെൻറ്ററിലെ ഗതാഗതക്കുരുക്ക് കിലോമീറ്ററുകളോളം നീളാറുണ്ട്. ഇതിനിടെ ഈ ഭാഗത്തെ ബസ് സ്റ്റോപ്പ് എടുത്തു മാറ്റിയതോടെ ഗതാഗതക്കുരുക്കിന് അല്പം കുറവുണ്ട്. പക്ഷേ തിരക്കുള്ള സമയങ്ങളിൽ അപ്പോഴും ദുരിതം തന്നെ. രാവിലെയൊക്കെ ഇവിടെ ഒന്ന് ക്രോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് കടക്കാനോ പറ്റില്ല. തിങ്കളും വെള്ളിയൊക്കെ 1 കിലോമീറ്റർ ഒക്കെ പോകുന്നുണ്ടല്ലോ. 1 കിലോമീറ്റർ മറ്റേ ഊരകം വരെ എത്തിയിട്ട് ഇവിടുന്ന് ബ്ലോക്ക് വന്നിട്ട്. നിരത്താൻ വാദങ്ങൾ ഏറെയുണ്ട് സർക്കാരിനും കരാറുകാർക്കും. പക്ഷേ അതിൻ്റെ എല്ലാം പരിണിതഫലം അനുഭവിക്കുന്നതാകട്ടെ ഇതിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരും ജനങ്ങളുമാണ്. ഇതിന് എന്നൊരു അറുതി ഉണ്ടാകുമെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഒരു ഉത്തരം നൽകാൻ ആർക്കും കഴിയുന്നില്ല. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.